ആശങ്കയൊഴിയാതെ സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധ. ജനുവരി മാസത്തിൽ ഇതുവരെ രോഗം ബാധിച്ച 11-ൽ 6 പേര് മരിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 മുതൽ അമീബിക് മസ്തിഷ്ക ജ്വരബാധ മൂലം 62 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് രോഗപഠനവും ഗവേഷണവും ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല. 2026 പിറന്നിട്ട് ആദ്യ 24 ദിവസം മാത്രം കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരബാധ സംബന്ധിച്ച 11 കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 6 പേരും മരണത്തിന് കീഴടങ്ങി. 2024 മുതലുള്ള കണക്കുകൾ എടുത്താൽ ആകെ 251 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഇതുവരെ ചികിത്സ തേടിയത്. ഇതിൽ 62 പേരും മരണപ്പെട്ടെന്നതാണ് ഞെട്ടിക്കുന്നത്. 2024-ൽ 9-ഉം 25-ൽ 47-ഉം 26-ൽ ഇതുവരെ 6-ഉം എന്നതാണ് മരണക്കണക്ക്. രോഗബാധിതരുടെ എണ്ണവും മരണസംഖ്യയും കുതിച്ചുയരുമ്പോഴും ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുന്നു. വളരെ അപൂർവമെന്ന് വിലയിരുത്തുന്ന അമീബിക് മസ്തിഷ്ക ജ്വരബാധ ഇത്രയധികം പേരെ ബാധിച്ചിട്ടും ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്നത് തന്നെയാണ് പ്രധാന വെല്ലുവിളി. ആദ്യം മലിനജലം, പിന്നീട് കുളത്തിലെ ജലം, പിന്നീട് കിണറ്റിലെ ജലം എന്നിങ്ങനെ പലതരം ഉറവിട സാധ്യതകൾ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഇവയ്ക്കൊന്നിനും സ്ഥിരീകരണമുണ്ടായില്ല. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന പഠനത്തിൽ കാര്യമായ മുന്നേറ്റമില്ലെന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പും ചെന്നൈ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയും തമ്മിൽ സഹകരിച്ച് നടത്തിയ പഠനത്തിന്റെ അന്തിമ ഫലങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജനം, തിരുവനന്തപുരം.